കെമിക്കൽസ് ഒരു മോശം വാക്കല്ല എന്ന വിഷയമാണ് ഞാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ ഒരു പുതിയ ശാസ്ത്ര കൂട്ടായ്മയാണ് കേരള സയൻസ് കമ്മ്യൂൺ. ധാരാളം ശാസ്ത്രവും സാമൂഹികവുമായ വിഷയങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് അനുവദിക്കപ്പെട്ട കുറഞ്ഞ സമയത്തിനുള്ളിൽ കീമോഫോബിയയെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നതാണ്. നമ്മൾ പലതരത്തിലുള്ള ഫോബിയയെക്കുറിച്ച് സംസാരിക്കുന്നൊരു കാലമാണ്. ഒരുപക്ഷെ പൊതുസമൂഹത്തിൽ അത്രയൊന്നും ചർച്ച ചെയ്യാത്ത ഒരു ഫോബിയയാണ് കീമോഫോബിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പൊതുസമൂഹത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ഈ കമ്മ്യൂണിൽ സംസാരിക്കുന്നത്, ഈ പ്രോഗ്രാമിൽ സംസാരിക്കുന്നത്. ഞാനൊരു അനുഭവം പറഞ്ഞ് തുടങ്ങാം. 1ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് വോളിയോമെട്രിക് അനാലിസിസ് എന്ന് പറയുന്ന ഒരു പ്രാക്ടിക്കൽ സിലബസ് എടുക്കുന്നതിൻ്റെ ഭാഗമായി ആ പ്രായോഗിക പരിശീലനം അവരുടെ നിത്യജീവിതത്തിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നൊരു സന്ദേശം നൽകാൻ ഞാൻ അവരോട് പറയും, നിങ്ങൾ വീട്ടിലുള്ള സിന്തറ്റിക് വിനാഗിരി അല്ലെങ്കിൽ സുർക്ക എന്ന് പറയുന്ന സാധനം കൊണ്ടുവരണം എന്ന് പറയും. അപ്പോൾ അവരത് കൊണ്ടുവന്നിട്ട് അവരതുവരെ പഠിച്ച വോളിയോമെട്രിക് അനാലിസിസ് ഉപയോഗിച്ച് ആ സുർക്കയുടെ സിന്തറ്റിക് വിനാഗിരിയുടെ ലേബലിൽ സൂചിപ്പിച്ച 4% അസറ്റിക് ആസിഡ് അതിലുണ്ടോ എന്ന് പരീക്ഷിക്കുകയാണ് അതിൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ കുട്ടികൾ ഇതെല്ലാം ചെയ്തിട്ട് അവർ പറയും, സാറേ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതിൽ 4.5 വേറെ കുട്ടി പറയും എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന 5%. ഓക്കെ, എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവരോട് പറയും, നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാലോ ഒരു സിന്തറ്റിക് വിനാഗിരി കൊണ്ടുവന്നല്ലോ, ഏതായാലും കാലിക്കുപ്പി കൊണ്ടുപോകണ്ട. നമ്മുടെ ലാബിൽ അസറ്റിക് ആസിഡ് ഉണ്ട്, നല്ല പ്യൂർ ഡിസ്റ്റിൽഡ് വാട്ടറുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു 4 ml അസറ്റിക് ആസിഡ് എടുത്ത് 96 ml ഡിസ്റ്റിൽ വാട്ടറിൽ ഷെയ്ക്ക് ചെയ്ത് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയിക്കോളി എന്ന് പറയും. അപ്പോൾ ഇവരെല്ലാം പറയും, സാറേ എന്താ നിങ്ങൾ പറയുന്നത്, ഇത് കെമിക്കൽ, അത് സുർക്ക എന്ന് പറയും. അപ്പം ഞാൻ പറയും, നിങ്ങളിപ്പോൾ അല്ലേ തെളിയിച്ചുള്ളൂ ഇത് അസറ്റിക് ആസിഡാണ്, 4% അസറ്റിക് ആസിഡാണ്, അപ്പോൾ നിങ്ങൾക്ക് തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോയിക്കൂടെ എന്ന് പറയുമ്പോൾ ഒരാളും കഴിഞ്ഞ 10-16 വർഷം കോളേജ് അധ്യാപകനായിട്ട് 1ാം വർഷ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ട് ഒരു കുട്ടി പോലും തിരിച്ചു കൊണ്ടുപോയിട്ടില്ല. കാരണം കുട്ടികൾക്കൊരു കൺസെപ്റ്റ് ഉണ്ട്, ലാബിലുള്ളത് കെമിക്കൽ, ലാബിലൊക്കെ ഉപയോഗിക്കുന്ന കെമിക്കൽ മറ്റത് കെമിക്കലല്ല. ഇതൊരു വലിയ ഒരു തെറ്റിദ്ധാരണയാണ്. ഞാൻ വെള്ളം നിങ്ങളെല്ലാവരും തന്നാൽ കുടിക്കും, വെള്ളത്തിൻ്റെ ബോട്ടിൽ, മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ കുടിക്കും. പക്ഷേ ഈ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ ഡൈഹൈഡ്രജൻ മോണോക്സൈഡ് എന്ന് എഴുതിയാൽ കുടിക്കാൻ പേടിയാണ്. സത്യത്തിൽ വെള്ളത്തിൻ്റെ രാസനാമം എന്തുവാ? ഡൈഹൈഡ്രജൻ മോണോക്സൈഡാണ്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ മാറ്റേണ്ട ഒരു സാധനമുണ്ട്, എല്ലാം കെമിക്കലാണ്. കെമിക്കൽ വേറെയും കെമിക്കൽ അല്ലാത്ത വേറെയും ഒന്നൊരു കൺസെപ്റ്റേ ഇല്ല. റോയൽ സൊസൈറ്റി ഓഫ് കെമിസ്ട്രിയുടെ ഒരു ചലഞ്ചുണ്ട്, കീമോഫോബിയെ ബീറ്റ് ചെയ്യാൻ വേണ്ട ഒരു ചലഞ്ചാണ്. അവർ പറഞ്ഞിട്ടുണ്ട്, വർഷങ്ങളായ ചലഞ്ച് വെച്ചിട്ട് കെമിക്കൽ അല്ലാത്തൊരു സാധനം നിങ്ങൾ കൊണ്ടുവന്നാൽ 10 ലക്ഷം പൗണ്ട് സമ്മാനം നൽകാമെന്നാണ്. അതായത് കെമിക്കൽ അല്ലാത്തൊരു സാധനം പ്രപഞ്ചത്തിലുണ്ടെങ്കിൽ, ഭൂമിയിലുണ്ടെങ്കിൽ, നിങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളെ കാണിച്ചാൽ നിങ്ങൾക്ക് 10 ലക്ഷം പൗണ്ട് സമ്മാനം നൽകാം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാം കെമിക്കലാണ്. നമ്മൾ കെമിക്കലാണ്, മൈക്ക് കെമിക്കലാണ്, ഈ കാണുന്ന എല്ലാം കെമിക്കൽസാണ്. നമ്മൾ കഴിക്കുന്നത് കെമിക്കലാണ്, നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് എടുക്കുന്നതും കെമിക്കലാണ്. അതായത് ഇതെല്ലാം കെമിക്കലാണ് എന്നുള്ളത്. പക്ഷേ ഇവിടെ കീമോഫോബിയയുടെ ഭാഗമായി മൊത്തം സമൂഹത്തിലുള്ള ഒരു ധാരണ എന്ന് പറഞ്ഞാൽ കെമിക്കൽ വേറെ, കെമിക്കൽ അല്ലാത്തത് വേറെ എന്നുള്ളതാണ്. ഈ തെറ്റിദ്ധാരണയെ പലരും മാർക്കറ്റിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ പല ഉൽപ്പന്നം കണ്ടില്ലേ, കെമിക്കൽ ഫ്രീ എന്ന് പറയുന്ന ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. സത്യത്തിൽ അങ്ങനെ കെമിക്കൽ ഫ്രീ ഉണ്ടാവും. നോക്കൂ,
പിങ്കോ ദോശി എന്ന് പറയുന്ന ഒരു യോഗേർട്ടിൻ്റെ പരസ്യം വളരെ വിവാദമായിട്ടുണ്ട്. ഈ പിങ്കോ ദോശി അവരൊരു യോഗേർട്ട് ഇറക്കി. അതിലൊരു വീഡിയോ ആണ്. ആ പരസ്യം വളരെ വിവാദമായ പരസ്യമാണ്. അവർ പറയുന്നത്, വീഡിയോയിൽ ഒരാൾ വന്നിട്ട് പറയുന്നത്, ഞാൻ പിങ്കോ ദോശി ഇഷ്ടപ്പെടുന്നു, എന്താ കാരണം എന്നറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ രണ്ടാമത്തെ ആൾ, എന്താ കാരണം? അപ്പോൾ ഇയാൾ മറുപടി പറഞ്ഞു, പിങ്കോ ദോശയിൽ കെമിക്കലില്ല. അപ്പോൾ അയാൾ പറയണം, വെരി ഗുഡ്, എനിക്കും കെമിക്കലിനോട് ഭയങ്കര എതിർപ്പാണ്. ആർട്ടിഫിഷ്യലായിട്ടുള്ള അതിലുള്ള അത് രസം കൂട്ടാൻ ആർട്ടിഫിഷ്യലായിട്ട് കളറിങ് ഏജൻറ്റ്സ്, ആർട്ടിഫിഷ്യലായ പ്രിസർവേറ്റീവ് ഒന്നും പിങ്കോ ദോശയിലില്ല. അതുകൊണ്ട് പിങ്കോ ദോശി സേഫാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഒരു യോഗേർട്ട് എന്ന് പറയുന്നത് 1 നമ്പർ കെമിക്കലാണ്. പക്ഷെ ആ കെമിക്കലായ യോഗേർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. പിങ്കോ ദോശയിൽ എന്തില്ല? കെമിക്കലില്ല. ലാബിൽ ഓർഗാനിക് ചെയ്യുന്ന കുട്ടികൾക്ക് ചിലപ്പം ഞാൻ തേൻ കൊടുക്കും. തേൻ കൊടുത്തിട്ട് ഞാൻ പറയും, തമാശ, ഈ ഓർഗാനിക്കിൽ ഈ സൂക്രോസും ഫ്രക്ടോസും ഒക്കെ ടെസ്റ്റ് ചെയ്യണ്ടോ? അപ്പോൾ ആ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുട്ടികളോട് പറയും, കുറച്ച് തേനും കൂടെ ടെസ്റ്റ് ചെയ്തോളി അറിയും. അപ്പോൾ അവർ പറയും, സാറേ സൂക്രോസിൻ്റെ അതേ ടെസ്റ്റും ഫ്രക്ടോസിൻ്റെ അതേ ടെസ്റ്റും തേന് തരുന്നുണ്ട് അറിയും. അപ്പോൾ ഞാൻ പറയും, തരും, കാരണം തേനിൽ കൂടുതൽ എന്താ ഉള്ളത്? സൂക്രോസും ഫ്രക്ടോസും ആണല്ലോ. എന്നാൽ ഞാൻ വെറുതെ തമാശക്ക് ചോദിക്കുന്ന ഒരു കാര്യം, നിങ്ങളിപ്പോൾ ടെസ്റ്റ് ചെയ്ത് ഓർഗാനിക് സൂക്രോസും ഫ്രക്ടോസും ഒന്ന് രുചിച്ച് നോക്കണം, തേൻ്റെ മാതിരി മധുരം ഉണ്ടോ നോക്കോ, പേടിയാ. അപ്പോൾ അത് അവരെന്ത് ചെയ്യില്ല, ടെസ്റ്റ് ചെയ്യില്ല. കാരണം സൂക്രോസ് ആൻഡ് ഫ്രക്ടോസ് ലാബിലെ കെമിക്കലാണ്, തേന് പ്രശ്നമില്ല. ഈ തെറ്റിദ്ധാരണ നമ്മൾ അടിയന്തരമായി മാറ്റേണ്ട ഒരു തെറ്റിദ്ധാരണയാണ്. ഓൾ ആർ കെമിക്കലാണ്. ഇനി രണ്ടാമത്, ഞാൻ വളരെ കുറച്ച് പോയിന്റിലേക്ക് വരികയാണ്. കീമോഫോബിയയിലെ രണ്ടാമത്തെ വലിയൊരു തെറ്റിദ്ധാരണ എന്താണെന്നറിയോ? നാച്ചുറൽ ആൻഡ് സിന്തറ്റിക്. നാച്ചുറൽ ആർ സേഫ്, സിന്തറ്റിക് ഒക്കെ പ്രശ്നക്കാരാണ്. ഈ തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിൽ വളരെ കൂടുതലാണ്. നാച്ചുറൽ എല്ലാം സേഫാണ്, സിന്തറ്റിക് എല്ലാം പ്രശ്നമാണ്. അതായത് നാച്ചുറൽ സിന്തറ്റിക് എന്ന് പറഞ്ഞാൽ സേഫ് അല്ലെങ്കിൽ അപകടമില്ലാത്തത് അപകടമുള്ളത് എന്നുള്ള ട്രാൻസ്ലേഷൻ വളരെ കൂടുതൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതിന് വലിയ അപകടം ഉണ്ടാക്കുന്നുണ്ട്. നാച്ചുറലായ സാധനം എത്രയും കഴിക്കാം, സിന്തറ്റിക് സൂക്ഷിച്ച് കഴിക്കണം എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. ഞാൻ ഒരിക്കലേ രാവിലെ നടക്കാൻ പോകുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, ഞങ്ങളിങ്ങനെ നടക്കാൻ പോകുമ്പോൾ പറഞ്ഞു, കൊളസ്ട്രോളിനൊരു മരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ മരുന്ന്? അപ്പോൾ എന്നോട് പറഞ്ഞു, നല്ല ജീരകം, കരിഞ്ജീരകം, ഉലുവ, ഇത് വെള്ളത്തിൽ തിളപ്പിച്ച് കഴിച്ചാൽ മതി. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, എത്ര നല്ല ജീരകം എടുക്കണം? അല്ല, നമുക്കിഷ്ടമുള്ള എത്ര എടുക്കണം? കുറച്ചെടുക്കണം. എത്ര കുറച്ചെടുക്കും. എത്ര വെള്ളം എടുക്കണം? അതിനും കണക്ക്. എത്ര സമയം വരെ തിളപ്പിക്കണം? അതിന് ഉത്തരമില്ല. എത്ര കാലം കുടിക്കണം? അതിനും ഉത്തരം. ഇതൊക്കെ ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോൾ ഓൻ പറഞ്ഞൊരു ഉത്തരമാണ്, അതൊക്കെ നാച്ചുറലാണ്, അതുകൊണ്ട് നമുക്ക് എത്രയും കഴിക്കാം, പ്രശ്നമില്ല. അപ്പം നാച്ചുറലായാൽ എത്രയും കഴിക്കാം. കാരണം എന്താ? നാച്ചുറലൊന്നും കെമിക്കലല്ല എന്ന തെറ്റിദ്ധാരയിൽ നിന്നാണ് നാച്ചുറൽ എല്ലാം സത്യത്തിൽ അത് ശരിയാണോ? നാച്ചുറലായ എത്രയോ പോയിസൺസ് ഉണ്ട്. ബോട്ടിലിനിയം ടോക്സിൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും മാരകമായ പോയിസണാണ്. സയനൈഡിൻ്റെ ഒക്കെ എത്രയോ മടങ്ങ് പോയിസണാണ്, പക്ഷെ നാച്ചുറലാണ്. സിന്തറ്റിക്കായ എത്രയെങ്കിലും സേഫായ സാധനങ്ങളുണ്ട്. വൈറ്റമിൻ ഡി, അസ്കോർബിക് ആസിഡ്, സിന്തറ്റിക് അസ്കോർബിക് ആസിഡ് സേഫാണ്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടാമത് തിരുത്തേണ്ട ഒരു കൺസെപ്റ്റാണ്, നാച്ചുറൽ എന്ന് പറഞ്ഞാൽ സേഫാണ് എന്ന തെറ്റിദ്ധാരണയും സിന്തറ്റിക് എന്ന് പറഞ്ഞാൽ അത് അപകടമുള്ളതെന്ന് തെറ്റിദ്ധാരണ നമ്മൾ അടിയന്തരമായി തിരുത്തേണ്ട. അപ്പോൾ എന്താണ് സേഫ്റ്റി തീരുമാനിക്കുന്നത്? കെമിസ്ട്രി എന്താണ് സേഫ്റ്റിയെക്കുറിച്ച് പറയുന്നത്? അതാണ് ഡോസാണ് പ്രശ്നം. ഡോസാണ് ഒരു സാധനം സേഫാണോ സിന്തറ്റിക് ആണെന്ന് പറയും. പാരസെൽസ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാക്കളിൽ ഒരാളായി കരുതപ്പെടുന്ന പാരസെൽസാണ് ഇത് ആദ്യമായി പറയുന്നത്. ഡോസാണ് പ്രശ്നം. എവറിത്തിങ് ഈസ് പോയിസണസ്. അത് പാരസെൽസ് പറയുന്നത് എവറിത്തിങ് ഈസ് പോയിസണസ്. ഡോസ് മേക്ക് ഇറ്റ് പോയിസൺ ആൻഡ് റെമഡി. ഡോസാണ് അത് റെമഡി ആണോ പോയിസൺ ആണോ എന്ന് തീരുമാനിക്കുന്നത്. റൈറ്റ് ഡോസ് ഡിസൈഡ്സ് റെമഡി,
അതിൻ്റെ അപ്പുറത്തുള്ളത് പോയിസനാണ്. അപ്പം നമ്മളിവിടെ വളരെ അടിവരായിട്ട് മനസ്സിലാക്കേണ്ടതാണ്, കെമിക്കൽസ് അല്ല, നാച്ചുറൽ ആണോ സിന്തറ്റിക് ആണോ എന്നതല്ല പോയിസൺ തീരുമാനിക്കുന്നത്. പകരം എന്താണ് തീരുമാനിക്കുന്നത്? ഡോസാണ് തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ശാസ്ത്രത്തിൽ, നമ്മൾ സയൻറ്റിഫിക്കലി ഓരോ സബ്സ്റ്റൻസിനും ലേതൽ ഡോസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവരും. ഇപ്പം വെള്ളം നമ്മൾ സേഫ് അല്ലേ, നമ്മളെല്ലാവരും കരുതുന്ന വെള്ളം സേഫാണ്. പക്ഷെ വെള്ളത്തിൻ്റെ പോലും ഡോസ് കൂടിയാൽ മരിച്ചു പോകും. 26 ഗ്ലാസ് വെള്ളം ഒറ്റയടിക്ക് കുടിച്ചു കഴിഞ്ഞാൽ ആൾക്ക് പോയിസണസ് എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ വെള്ളത്തിൻ്റെ ലേതൽ ഡോസ് എത്രയാണ്? 26 ഗ്ലാസ് എന്നാണ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ലേതൽ ഡോസ് തീരുമാനിക്കുന്നത്? അതിന് നമ്മൾ സാധാരണ എലികളിലാണ് ഈ പരീക്ഷ. 100 എലികൾ എടുക്കുന്നു, നമ്മൾ ഏത് സബ്സ്റ്റൻസിൻ്റെ ലേതൽ ഡോസാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ചെറിയൊരു ഡോസ് കൊടുക്കുന്നു, ഈ എലികളെല്ലാം നിരീക്ഷിക്കുന്നു, ഒരു എഫക്റ്റും ഇല്ല, അഡ്വേഴ്സ് എഫക്റ്റും ഇല്ല. ഡോസ് കുറച്ച് കൂട്ടി കൊടുക്കുന്നു, എഫക്റ്റ് തീരുമാനിക്കുന്നു, വീണ്ടും കൂട്ടി കൊടുക്കുന്നു, എഫക്റ്റ് തീരുമാനിക്കുന്നു. അപ്പം നമ്മൾ ആദ്യം ലീസ്റ്റ് അഡ്വേഴ്സ് ഡോസ് എഫക്റ്റ്, അതായത് അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാക്കുന്ന, മോശം എഫക്റ്റ് ഉണ്ടാകുന്ന ഏറ്റവും കുറഞ്ഞ ഡോസ് ആദ്യം തീരുമാനിക്കുന്നു, വീണ്ടും കൂട്ടി കൊടുക്കുന്നു. അങ്ങനെ 100 എലികളെ കൊല്ലുന്ന ഡോസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ലേതൽ ഡോസ് എന്ന് പറയാം. അത് ഓരോ സബ്സ്റ്റൻസിനും ഡിഫറെൻ്റ് ആയിരിക്കും. വെള്ളത്തിൻ്റെ അളവ് കുറച്ച് ഒന്നാണ്, തേനിൻ്റെ അളവ് വേറൊന്നാണ്, ആൽക്കഹോളിൻ്റെ അളവ് വേറൊന്നാണ്, സയനൈഡിൻ്റെ അളവ് വേറൊന്നാണ്, ബോട്ടിലിനിയം ടോക്സിൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പോയിസണായ സബ്സ്റ്റൻസിൻ്റെ അളവെന്നാണ്. നോക്കൂ, ബോട്ടിലിനിയം ടോക്സിൻ വളരെ ടോക്സിക്കായ നാച്ചുറലായ സബ്സ്റ്റൻസ് ആണ്. അതിനൊരു ലീതൽ ഡോസ് ഉണ്ട്. ആ ഡോസിലാണ് അത് പോയിസൺ ആവുന്നത്. ഇതേ ബോട്ടിലിനിയം ടോക്സിൻ ഇഞ്ചക്ഷനായി നൽകുന്നുണ്ട്. പ്രായം കൂടിയ ആളുകൾക്ക് പ്രായം കുറക്കാൻ, ചുളിവുകൾ കുറക്കാൻ ഇപ്പോൾ നൽകുന്ന ഇഞ്ചക്ഷൻ ഏതാണ്? ബോട്ടിലിനിയം ടോക്സിനാണ്. അപ്പോൾ എങ്ങനെ ബോട്ടിലിനിയം ടോക്സിൻ അവിടെ റെമഡി ആയത്? അതിൻ്റെ ഡോസിന് കുറഞ്ഞ എമൗണ്ടിൽ കൊടുക്കുമ്പോൾ അതൊരു മരുന്നാവുക ചെയ്യുന്നത്. അപ്പോൾ കീമോഫോബിയെ മാറ്റാൻ, കീമോഫോബിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യമാണ്, കെമിക്കൽ നാച്ചുറൽ ആണോ സിന്തറ്റിക് ആണോ എന്നതല്ല ഒന്നിൻ്റെ സേഫ്റ്റി തീരുമാനിക്കുന്നത്. പകരം അവിടെ സേഫ്റ്റി തീരുമാനിക്കുന്നത് അതിൻ്റെ ഡോസാണ് എന്നുള്ളത്. ഞാൻ കൺക്ലൂഡ് ചെയ്യാണ് സുഹൃത്തുക്കളെ, കീമോഫോബിയെക്കുറിച്ച് നമ്മൾ എന്തുകൊണ്ട് നിരന്തരം സംസാരിക്കണം? കാരണം കീമോഫോബിയയുടെ മറവിൽ ഒരു വലിയ മാർക്കറ്റ് തന്ത്രമുണ്ട്. നാച്ചുറലാണ് എന്ന് പറഞ്ഞ് പല സാധനങ്ങൾ വിറ്റുപോകുന്നുണ്ട്, കെമിക്കൽ ഫ്രീ എന്ന് പറഞ്ഞ് പല സാധനങ്ങൾ വിറ്റുപോകുന്നുണ്ട്. ആദ്യം മനസ്സിലാക്കേണ്ടത്, കെമിക്കൽ ഫ്രീ എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല എന്നും നാച്ചുറൽ എന്ന് പറയുന്നത് എല്ലാം സേഫാണ് എന്നും തെറ്റാണ്. ഡോസ് ആണ് പ്രശ്നക്കാരൻ. ഇതിൽ വലിയ പോളിസിയിൽ ഇതിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. നോക്കൂ, ശ്രീലങ്കയിൽ നടന്ന ദുരന്തം, അവിടെ നടന്ന ഒരു വലിയൊരു രാഷ്ട്രീയ ദുരന്തമുണ്ട്. അതിനു മുമ്പ് ജനങ്ങൾ വലിയൊരു തരത്തിലുള്ള പട്ടിണിയിലേക്ക് പോകാനുള്ള കാരണം ശ്രീലങ്കൻ സർക്കാരിലെ ചില അവിടെ പോളിസി മേക്കേഴ്സിന് കീമോഫോബിയ പിടികൂടി എന്നുള്ളതാണ്. അവരെന്താ തീരുമാനം എടുത്തത്? നമ്മുടെ രാജ്യത്ത് ഇനി രാസവളങ്ങൾ വേണ്ടാൻ തീരുമാനിച്ചു. അവരെല്ലാം ജൈവവളങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചപ്പോൾ അവിടുത്തെ കൃഷി നശിച്ചു, കൃഷിയിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞു. അങ്ങനെ അതിൻ്റെ തേയില കയറ്റുമതിയായിരുന്നു ശ്രീലങ്കയിൽ വലിയൊരു വരുമാനം. ആ തേയില കയറ്റുമതി കുറഞ്ഞു, വിദേശ നാണ്യം കുറഞ്ഞു, ആഭ്യന്തരമായി കൃഷി നശിച്ചു. അതാണ് അവിടെ ഉണ്ടായ വലിയൊരു പ്രശ്നം. രണ്ടാമത്തത്, കഴിഞ്ഞ 100 വർഷങ്ങളായി ശാസ്ത്രം നേടിയെടുത്ത കുറേ നേട്ടങ്ങളുണ്ട്. അത് പുതിയ പുതിയ കെമിക്കലുകൾ, പുതിയ മോളിക്യൂളുകളുടെ സിന്തസിസിൽ നിന്നാണ്. അപ്പോൾ ആ മോളിക്യൂളുകളാണ് നമ്മളെ രക്ഷപ്പെടുത്തിയത്. അതാണ് വാക്സിനായി വരുന്നത്, അതാണ് പുതിയ പ്രിസർവേറ്റീവുകളായി വരുന്നത്, അതാണ് പുതിയ തരത്തിലുള്ള ഭക്ഷ്യപദാർത്ഥങ്ങളായി വരുന്നത്. ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയത് ഈ ശാസ്ത്ര മുന്നേറ്റത്തിലാണ്. ഇതെല്ലാം കീമോഫോബിയ ഒരു പോളിസിയായി മാറിയാൽ, സമൂഹത്തിൽ ഇത് പടർന്നു കഴിഞ്ഞാൽ ഇതിനെല്ലാം തടയിടും. നോക്കൂ നിങ്ങൾ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. മാൽത്യൂസിൻ്റെ ഒരു തിയറി ഉണ്ടായിരുന്നു. അതായത് ജനസംഖ്യ കൂടുകയാണ്, ഇവിടെ മനുഷ്യർ ഭക്ഷണം കിട്ടാതെ മരിച്ചു പോകും എന്നുള്ളത്. കാരണം ജനസംഖ്യ കൂടുന്നതിൻ്റെ അനുപാതത്തിലല്ല ഭക്ഷ്യോൽപാദനം കൂടുന്നത്. പക്ഷേ മാൽത്യൂസ് തിയറി അണ്ടർ ഫെയിലിയർ ആണെന്ന്.
ഇന്ന് ഭക്ഷണോൽപാദനം വളരെ കൂടുതലാണ്. എവിടെയെങ്കിലും പട്ടിണി ഉണ്ടെങ്കിൽ അത് ഒരിക്കലും ഭക്ഷ്യസാധനങ്ങളുടെ ഇല്ലാത്തത് കൊണ്ടല്ല, വിതരണത്തിൽ അപാകത കൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം ഗാസയിലെയും അതുപോലെ തന്നെ സുഡാനിലേക്ക് പട്ടിണിയെക്കുറിച്ച് സംസാരിച്ചു. എന്താ പ്രശ്നം? അവിടെ 2 സ്ഥലത്തും പട്ടിണി ഉണ്ടായത് അവിടെയുള്ള സംഘർഷങ്ങൾ മൂലമാണ്, അല്ലാതെ അവിടെ മനുഷ്യർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയാത്തത് കൊണ്ടല്ല. എങ്ങനെയാണ് ഇത്രയും സുഭിക്ഷമായി നമ്മൾ ഭക്ഷണ ഉൽപ്പാദനം നടത്തിയത്? നമ്മൾ ഫെർട്ടിലൈസറുകൾ കണ്ടുപിടിച്ചതുകൊണ്ടാണ്. ഹേബർ അമോണിയ സിന്തസിസ് ആ പ്രോസസ്സ് കണ്ടുപിടിച്ചതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ സിന്തറ്റിക്കായ വളങ്ങൾ, അമോണിയ, യൂറിയ പോലെ വളങ്ങൾ നമ്മൾ ഉൽപ്പാദിപ്പിച്ചതുകൊണ്ടാണ് ഇന്ന് ഇത്രയും മനുഷ്യരെ നമുക്ക് ഭക്ഷിപ്പിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ നേട്ടങ്ങളെ മുഴുവൻ ഇല്ലാതാക്കും നമ്മൾ തിരിച്ച് കീമോഫോബിയയിലൂടെ തിരിച്ച് പഴയ ആ കാലത്തേക്ക് നടന്നു പോയാൽ. അതുകൊണ്ടാണ് കീമോഫോബിയയെക്കുറിച്ച് നമ്മൾ നിരന്തരം സംസാരിക്കണമെന്നും ആവശ്യപ്പെടുന്നത്. അത് ആ ഒരർത്ഥത്തിലാണ് ഞാനിവിടെ സംസാരിച്ചത്. എൻ്റെ ശബ്ദം കേട്ട എല്ലാവർക്കും നന്ദി അർപ്പിച്ച്, അഭിവാദ്യങ്ങൾ അർപ്പിച്ച് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.